ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവനിനി തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഒരു നുണ പറഞ്ഞതാണെങ്കിലോ? അവനെന്തിനാ അങ്ങനെ വെറുതെ നുണ പറയുന്നേ? നീ ഇരിക്കടാ. അവനെ മറ്റാരെങ്കിലും ലക്ഷ്യമിട്ടതാണെങ്കിലോ? എന്ത് മണ്ടത്തരമാ ചേച്ചി ഈ പറയുന്നേ? മറ്റാരെങ്കിലും ലക്ഷ്യമിട്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ പോരെ? അതും ശരിയാ. അത് രാജുവിന് നമ്മൾ വിചാരിക്കാത്ത ശത്രുക്കൾ കാണും. രാജുവിന് ആകെയുള്ള ശത്രുക്കള് ഇതിനകത്തുള്ള ചിലര്. അതെന്താടാ നീ ഒരു മുള്ളും മുനയൊക്കെ വെച്ച് സംസാരിക്കുന്നേ? ഞാൻ ഉള്ള സത്യമാ പറഞ്ഞത്. അത് കേൾക്കുമ്പോ ചിലർക്ക് ചിലപ്പോ പിടിച്ചില്ലെന്ന് വരും. പ്രതാപൻ വിവരങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ആ ക്രിമിനലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ അവൻ വിട്ടൊന്നും പറയുന്നില്ല. രാജുവിനെ കൊല്ലാൻ ആളെ ഇറക്കിയത് ആരാണെന്ന് എനിക്കറിയണം. ഞാനിത് കണ്ടുപിടിക്കും. രാജുവിനോട് ശത്രുതയുള്ളത് ഇവിടെ ചിലർക്ക്, അതെനിക്കറിയാം. നീ കൊണ്ട് നീ എന്നെ എന്താണ് നിന്റെ മുഖത്തൊരു പതർച്ച? പതർച്ചയോ? ഞാനെന്തിനു പതറണം? അതെ, അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. നീ ഇന്ന് എവിടെയായിരുന്നു? ഞാനിന്ന് പലയിടത്തും പോയി. ആ കൂട്ടത്തില് ടൗണിലും പോയി. കണ്ട കവലച്ചട്ടപ്പികളും ഗുണ്ടകളുമായിട്ടൊക്കെ നിനക്ക് നല്ല ബന്ധമാണെന്ന് എനിക്കറിയാം. അതൊക്കെ വല്യമാവന് തോന്നല. എനിക്കത്ര ആളുകളായിട്ടൊന്നും യാതൊരു പരിചയമില്ല. നിനക്ക് എന്റെ മരുമകൻ രാജുവിനോട് കുറെ കാലമായി ശത്രുതയുണ്ടെന്ന് എനിക്കറിയാം. രാജുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് നീയാണോന്ന് എനിക്കറിയണം. പ്രതാപ, വല്യമാനോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് എന്ന് കരുതി എന്ത് കുറ്റം എന്റെ പേരിൽ ചാർത്താന്ന് കരുതരുത്. അപ്പോ നിനക്കൊന്നും അറിയില്ലെന്നാ നീ പറഞ്ഞു വരുന്നത്? അതെ, എനിക്കൊന്നും അറിയില്ല. ലോക്കപ്പിൽ കിടക്കുന്ന ഗുണ്ട സത്യമെല്ലാം വിളിച്ചു പറയും. അവനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ ഇവിടെ ഫോഴ്സിലുണ്ട്. അത് നീ മറക്കണ്ട. അകലെ